എന്നത് എന്നും ഒരു രോമാഞ്ച ഫീൽ തന്നെയാണല്ലേ. ഇത്തവണ അത് അല്പം കൂടി സ്പെഷ്യലാണ്. പുതിയൊരു ചരിത്രത്തിന്റെ വാതായനമാണ് 2025 ഓസ്കാർ നോമിനേഷൻ തുറന്നിട്ടിരിക്കുന്നത്. കർല സോഫിയ ഗാസ്കോൺ എന്ന 52-കാരി നോമിനേഷൻ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. അതിലെന്താ ഇത്ര പ്രത്യേകതയെന്നാണോ? പ്രത്യേകതയുണ്ട്. ആദ്യമായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള അഭിനേത്രിയായിട്ടാണ് കർല സോഫിയ ഗാസ്കോൺ നോമിനേഷൻ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. എമിലിയ പെരസിലെ അഭിനയത്തിലൂടെ മികച്ച നടിയായാണ് കർല സോഫിയ ഗാസ്കോൺ ഓസ്കറിൽ മത്സരിക്കുന്നത്. 13 വിഭാഗത്തിലാണ് എമിലിയ പെരസ് ഓസ്കാർ നോമിനേഷൻ നേടിയിരിക്കുന്നതെന്നാണ് മറ്റൊരു പ്രത്യേകത. കഴിഞ്ഞ വർഷത്തെ കാൻ ഫെസ്റ്റിവലിലടക്കം പ്രദർശിപ്പിച്ച സിനിമയിലൂടെ കാനിൽ മികച്ച അഭിനേത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ട്രാൻസ്ജെൻഡർ എന്ന ചരിത്രവും ഗാസ്കോൺ രചിച്ചിരുന്നു. കാനിൽ സഹ അഭിനേത്രി സലീന ഗോമസിനൊപ്പമാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ഗാസ്കോൺ നേടിയത്. 2018 ലിംഗമാറ്റത്തിന് ശേഷം തന്റെ ട്രാൻസ് വ്യക്തിത്വത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഗാസ്കോൺ അഭിനേത്രി, എഴുത്തുകാരി, സാമൂഹ്യ പ്രവർത്തക എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി കൂടിയാണ്. BBC-യുടെ ചിൽഡ്രൻ ഷോയിലൂടെയാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഗാസ്കോൺ എത്തുന്നത്. 2000 സ്പാനിഷ് ഡെയിലി ഷോയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. 2018 ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി. കാർലോസ് ഗാസ്കോൺ എന്ന തന്റെ പഴയ പേരിൽ കാർസിയ എന്ന പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചാണ് കർല സോഫിയ ഗാസ്കോൺ തന്റെ പുതിയ പേര് അനൗൺസ് ചെയ്യുന്നത്. 46-ാം വയസ്സ് വരെ താൻ ജീവിച്ച പുരുഷൻ എന്ന വ്യക്തിത്വത്തിൽ നിന്ന് സ്ത്രീ എന്ന സ്വത്വത്തിലേക്ക് മാറാൻ അനുഭവിച്ച വെല്ലുവിളികളും ആത്മസമർപ്പണവും പുസ്തകത്തിലൂടെ ലോകത്തെ അറിയിച്ചിരുന്നു. ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇന്നും പോരാടുന്ന വ്യക്തി കൂടിയാണ് കർല സോഫിയ. കാൻ ഫെസ്റ്റിവലിലെ ഗാസ്കോണിന്റെ പുരസ്കാര നേട്ടത്തെ പരിഹസിച്ച് ഒരു പുരുഷൻ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയെന്ന് എക്സിൽ പോസ്റ്റിട്ട ഫ്രഞ്ച് രാഷ്ട്രീയ പ്രവർത്തക മാരിയോൺ മെർസലിനെതിരെ ഗാസ്കോൺ നടത്തിയ നിയമ പോരാട്ടം വലിയ വാർത്തയായിരുന്നു. ലോകത്തെമ്പാടുമുള്ള ട്രാൻസ് ജനതയ്ക്കായി തന്റെ കാൻ പുരസ്കാരം സമർപ്പിച്ച ഗാസ്കോൺ ചരിത്രത്തിലെ പുതിയ ഈടുകളിലേക്ക് വെളിച്ചം വീശുന്ന വാതായനം തുറന്ന് ഓസ്കാറിന്റെ വേദിയിൽ എത്തുമ്പോൾ അതൊരു പുത്തൻ ചരിത്രത്തിന്റെ തുടക്കമാവുകയാണോ എന്നാണ് ലോകം കാത്തിരിക്കുന്നത്.